നമസ്കാരം. തിങ്ക് ടോക്ക് ആൻഡ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് ടോജി ആന്റണി. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇൻട്രോ വീഡിയോ ഇട്ടിരുന്നു. ചാനലിനെ എന്നെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ ഇതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡേലിയ ക്രൂസ് ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ടുള്ള എൻ്റെ പേരൻസ്, പണ്ടേ മുതലേ ചാനൽ തുടങ്ങണം എന്ന് എന്നോട് നിർബന്ധിച്ചുകൊണ്ടിരുന്ന എൻ്റെ ബ്രദർ, എൻ്റെ ചേട്ടൻ മിസ്റ്റർ ടോബി ആന്റണി, അതുപോലെ തന്നെ ചേച്ചി ഫെബി ടോബി, അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയ ഗുരുനാഥൻ ഡോക്ടർ നേവി ജോർജ്, മിസ്റ്റർ വിഷ്ണു MP, മിസ്റ്റർ ഷാരൺ, ഇത്ര ആളുകളെ ഏറ്റവും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഇത്രയും പേര് പല രീതിയിൽ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ കോർഡേലിയ ക്രൂസ് ഷിപ്പിനെ കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ ഫെബ്രുവരി 2026 ഫെബ്രുവരി 1-ാം തീയതി മുംബൈയിലേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ ഈ കോർഡേലിയ ക്രൂസ് ഷിപ്പ് അതിൻ്റെ മുംബൈ ടു കൊച്ചിയാണ് ഞങ്ങൾ റൂട്ട് തിരഞ്ഞെടുത്തത്. ആക്ച്വലി ഈ ഷിപ്പ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതിൻ്റെ റൂട്ട് വരുന്നത്. അതായത് മുംബൈ ടു കൊച്ചി, കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപ്, ലക്ഷദ്വീപ് ടു മുംബൈ, ഈ ഒരു റൂട്ടിലാണ് ഈ കപ്പൽ യാത്ര ചെയ്യുക. ഇപ്പം നമുക്ക് ഇതിലെ റൂട്ട് സെലക്ട് ചെയ്യാം. ഞങ്ങൾ മുംബൈ ടു കൊച്ചിയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് വരും. എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ കപ്പലിനെ കുറിച്ച് പറയുമ്പോൾ, ഇത് എംപ്രസ് എന്ന് പറയുന്ന ഒരു കപ്പലാണിത്. എംപ്രസ് എന്നാണ് കപ്പലിന്റെ പേര്. ഇതൊരു കരീബിയൻ കപ്പൽ എന്തോ ആണ്. നമ്മുടെ രാജ്യം ഇത് മേടിച്ചു, ഇപ്പോൾ ടൂറിസത്തിനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ആഡംബര കപ്പലാണ്. ഇതൊരു 12 ഡെക്കാണ് ഇതിനുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ ഒരു ക്വീൻ മേരി 2 ആയിട്ടോ അല്ലെങ്കിൽ ക്വീൻ എലിസബത്ത് കപ്പലായിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. അത് വേറൊരു രീതിയാണ്. ഓഷ്യൻ ലൈനർ വേറെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളാണ് അതൊക്കെ. ഇത് 12 ഡെക്കുള്ള ഒരു കപ്പലാണ്, ആഡംബര കപ്പലാണ്. ഇതിന്റെ പ്രത്യേകത വളരെ അഫോർഡബിൾ, നമുക്ക് അത്ര എക്സ്പെൻസീവ് അല്ല ഇതിലുള്ള യാത്ര എന്നുള്ളതാണ്. ഞങ്ങൾക്ക് മുംബൈ ടു കൊച്ചി വരാനായിട്ട് ഏകദേശം ഒരാൾക്ക്, ഞാനും പപ്പായും മമ്മിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള മിസ്റ്റർ ഹെൻറി ജോൺ കുരിശിങ്കൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മിസ്റ്റർ ബേബി തോമസ്, ഞങ്ങളിപ്പോൾ 5 പേരാണ് പോയത്. അപ്പം ഞങ്ങൾക്ക് ഒരാൾക്ക് ഏകദേശം 23,000, 23,000 സംതിങ് വില ആയിട്ടുള്ളൂ ഒരാൾക്ക്. അതും വ്യത്യാസം വരാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങള് കപ്പലിന്, നിങ്ങൾക്ക് അറിയാലോ, കപ്പലിന് 2 സൈഡുണ്ട്. ഈ സൈഡിലുള്ള റൂമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വില കൂടും. അതിലെ തന്നെ സൈഡിലെ റൂമാണെങ്കിൽ എന്താണ്, കടല് കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയൊക്കെ നമുക്ക് പോസിബിൾ ആണ്. ഞങ്ങൾ നടുക്കത്തെ റൂമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് ജനലൊന്നുമില്ല. ഞങ്ങളത് എടുക്കാൻ കാരണം, ഈ ഒരു റൂം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, 90% ഓഫ് ദി ടൈം നമ്മൾ അപ്പർ ഡെക്കിലൊക്കെ ആയിരിക്കും, അല്ലെ പ്രോഗ്രാമുകളിലായിരിക്കും, അല്ലെ കടൽ കണ്ടുകൊണ്ടുള്ള യാത്രയായിരിക്കും. ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ റൂമിലേക്ക് വരിക. അപ്പോൾ ആ സമയത്ത് ഏതായാലും രാത്രിയാകും. ആ സമയത്ത് ഏതായാലും ജനലിൽ കൂടെ കടൽ കാണാനുള്ള സാധ്യതയൊന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തു, നടുക്കത്തെ റൂം മതിയെന്ന് ചൂസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ജനലിൽ വേണം, അല്ലെങ്കിൽ കടൽ കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, ഒരു 4,000-6,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് സൈഡിലുള്ള റൂം കിട്ടും. സൈഡിലുള്ള മുറികളിൽ തന്നെ ചെറിയ ജനലുള്ളതുണ്ട്, വലിയ ജനലുള്ളതുണ്ട്. ഇതൊക്കെ ഓരോ 2,000-3,000 രൂപയുടെ വ്യത്യാസങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ബാൽക്കണിയും കൂടെ ഉള്ള റൂം വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. സ്വീറ്റ് റൂം ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം അതിനൊക്കെ കുറച്ചും കൂടെ വലിയ വില കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ഏതായാലും നടുക്കത്തെ റൂമാണ് സെലക്ട് ചെയ്തത്. 23,000 സംതിങ് രൂപയേ ആയിട്ടുള്ളൂ. ഇതാണ്. അപ്പോൾ നമ്മളിത് വളരെ അഫോർഡബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതായത് ഫുഡൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡുണ്ട്. ഇപ്പം 4 റെസ്റ്റോറൻറ്റ്സ് എന്തോ ഉണ്ട്.
ഇപ്പം ഞങ്ങൾ 4ാം നിലയിലായിരുന്നു, 4ാമത്തെ ഡെക്കിലായിരുന്നു ഞങ്ങളുടെ താമസം. അതായത് എനിക്ക് തോന്നുന്നു 3ാമത്തെ ഡെക്ക് മുതലാണ് അക്കോമഡേഷൻ ഉള്ളതെന്നാണ് എൻ്റെ അറിവ്. 2ാമത്തെ ഡെക്ക് മെഡിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ താഴോട്ടുള്ളതൊക്കെ ക്രൂ മെമ്പേഴ്സിനുള്ളതാണ്. ഞങ്ങൾ 4ാമത്തെ ഡെക്കിലായിരുന്നു. 4ാമത്തെ ഡെക്കിൽ തന്നെയാണ് സ്റ്റാർലൈറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളത്. പിന്നെ അപ്പർ ഡെക്കിൽ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ചോപ്പ് സ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അത് നമ്മൾ പേ ചെയ്യണം. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അൺലിമിറ്റഡ് ഫുഡ് ഫ്രീ ആണ്. അപ്പോൾ ഈ ചോപ്പ് സ്റ്റിക്സിൽ മാത്രം നമ്മൾ കാശ് കൊടുത്ത് ആഹാരം കഴിക്കാം. ജാപ്പനീസ്, കൊറിയൻ ഫുഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ബാക്കി സ്ഥലങ്ങളിൽ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. ബൊഫെ വളരെ മനോഹരമായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ ഇതിൽ മദ്യപാനികളൊക്കെ ഉണ്ടെങ്കിൽ മദ്യപാനികളുടെ പർദീസയാണ്. കാരണം ഫ്രീ ആയിട്ട് മദ്യം കിട്ടും, അൺലിമിറ്റഡ് മദ്യമുണ്ട്. അപ്പോൾ ചിലരൊക്കെ ഈ അൺലിമിറ്റഡും ഫ്രീയും ഒക്കെ ആണെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അങ്ങ് എനർജിയാണ്. അപ്പോൾ ചിലരൊക്കെ കടൽപ്പാമ്പുകളായിട്ട് കപ്പലിൽ കൂടി നടക്കുന്നതൊക്കെ നമുക്ക് കാണാനെത്തും. അപ്പോൾ അത്രയ്ക്ക് മദ്യമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിൽ. പിന്നെ ഇതിൽ തിയേറ്റേഴ്സ് ഉണ്ട്. തിയേറ്റർ ഇൻ ദ സെൻസ് നാടകമൊക്കെ നടക്കുന്ന പോലെ സ്റ്റേജും കാര്യങ്ങളൊക്കെ, അവിടെ ബോളിവുഡ് ഡാൻസ്, അങ്ങനെ ഭയങ്കര ആഘോഷമായിട്ടുള്ള ഒരു യാത്ര. അപ്പം ഞങ്ങള് മുംബൈ ടു കൊച്ചിയാണ് ഞങ്ങൾ റൂട്ട് സെലക്ട് ചെയ്തത്. അപ്പം നമ്മൾ മുംബൈക്ക് ഫെബ്രുവരി 1-ാം തീയതി ഞങ്ങൾ മുംബൈക്ക് ഫ്ലൈറ്റിന് പോയി. എന്നിട്ട് ഏകദേശം രാവിലെ 10:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴത്തേക്ക് നമ്മൾ മുംബൈ എത്തി. മുംബൈയിൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 10-27 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. അപ്പോൾ അത് ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒക്കെ അടുത്തായിട്ടാണ് റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ഞങ്ങളുടെ ആ ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ച ആ ഒരു സ്ട്രീറ്റിൽ അന്നേരം ദുരന്തറിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ബോംബെ ചെന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ പല പല കാഴ്ചകൾ കാണാനൊത്തു. അങ്ങനെ റൂമിൽ ചെന്നു. ഞങ്ങൾ ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി ഉടനെ തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സ്ഥലങ്ങൾ കാണാനായിട്ട് ആ സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു. 1-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോയി. വളരെ മനോഹരം. അപ്പോൾ എന്തോ ഒരു റിനോവേഷൻ എന്തോ നടന്നുകൊണ്ടിരിക്കുക, എന്തൊക്കെയോ മിനുക്ക് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറെ കമ്പും കൂലുമൊക്കെ കുത്തി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ബ്യൂട്ടി കാണാനൊത്തോന്ന് ചോദിച്ചാൽ ഒരു വലിയൊരു മോണുമെന്റ് ആണ്. അപ്പം നമുക്കത് ഈ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ പരിസരം മുഴുവൻ ഒന്ന് നടന്നു. വളരെ രസകരമായിരുന്നു ആ ഒരു യാത്രയൊക്കെ. ഞാൻ പേരൻസും ഒക്കെ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നല്ലോ. ആൻഡ് ദി വെരി നെക്സ്റ്റ് ഡേ 2-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4:30-ക്കാണ് നമ്മുടെ കപ്പൽ പുറപ്പെടുന്നത് മുംബൈയിൽ നിന്ന്. അപ്പോൾ ഞങ്ങളപ്പോൾ രാവിലെ വീണ്ടും നടക്കാനിറങ്ങി. സ്ട്രീറ്റുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്നു. അവിടുത്തെ ഒരു ഫയർ ടെമ്പിളിലൊക്കെ കണ്ടു. അതുപോലെ തന്നെ ആ സ്ട്രീറ്റുകൾ കുറേ സ്ഥലങ്ങളിൽ നടന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. വിക്ടോറിയ ടെർമിനസിലൊക്കെ പോയി. വിക്ടോറിയ ടെർമിനസ് എൻ്റെ പേരൊക്കെ മാറ്റി ഇപ്പം ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ എന്നാണ്. CST മുംബൈ റെയിൽവേ സ്റ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നിയോ ഗോത്തിക് ആർക്കിടെക്ചറിലൊക്കെ പണിതിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണത്. അതിനെക്കുറിച്ചൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വീഡിയോ വരും. ശരിക്കും ഒരു പള്ളിയിൽ ചെന്നൊരു ഫീലിംഗ് ആണ്. ഞങ്ങളുടെ കത്തീഡ്രൽ പള്ളിയുണ്ട്, കോട്ടയം വിമലഗിരി കത്തീഡ്രൽ. അത് ഒരു നിയോ ഗോത്തിക് ആർക്കിടെക്ചറിൽ പണിതാണ്. അതുപോലത്തെ പോയിന്റഡ് ആയിട്ടുള്ള ആർച്ചസും വലിയ തൂണുകളും ഭയങ്കര ഹൈറ്റിലൊക്കെ പണിതിരിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കെട്ടിടം. കൊളോണിയൽ കാലഘട്ടത്തിൽ പണിതാണ്. അതുകൊണ്ടാണ് വിക്ടോറിയ എന്നൊക്കെ ഉള്ള പേര് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ പ്രദേശത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇതുപോലെ ഭയങ്കര മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, അണ്ടർപാസുകളും അടിക്കൂടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. വളരെ തിരക്കുള്ളൊരു പട്ടണമാണ് ബോംബെ, അതെല്ലാവർക്കും അറിയാം. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം, അതായത് തിങ്കളാഴ്ച വൈകിട്ട് 4:30-ക്കാണ് കപ്പൽ എടുക്കുന്നതെങ്കിലും ഞങ്ങൾ ഉച്ചയോടുകൂടിയൊക്കെ തന്നെ കപ്പലിൽ പോയി കയറി. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചും കപ്പലിൽ നിന്നാക്കാൻ പറ്റും. അപ്പോൾ അത് കുറേ ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ കപ്പൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഓരോ സ്ഥലമൊക്കെ ഇങ്ങനെ കാണാനൊത്തു. അങ്ങനെ ഏകദേശം 4:30-ഒക്കെ ആയപ്പോഴത്തേക്ക് കപ്പൽ അവിടെ നിന്ന് പുറപ്പെട്ടു. ശരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തൊരു 3 ദിവസം. ഞങ്ങൾ 4-ാം തീയതിയാണ് തിരിച്ചെത്തിയത്. അപ്പോൾ 2-ാം തീയതി തിങ്കളാഴ്ച കപ്പൽ പുറപ്പെട്ടു. 3-ാം തീയതി ചൊവ്വാഴ്ച
കടലിൽ കൂടി തന്നെ, കരയൊന്നും കാണാതെ ഇങ്ങനെ കടലിൽ കൂടി തന്നെ പോയി. അതിനുശേഷം 4-ാം തീയതി വെളുപ്പിനെ ഏകദേശം ഒരു 8:30 ആയപ്പോഴത്തേക്ക് കൊച്ചി എത്തി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിക്കാതെ എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും മാറി. എന്ന് വെച്ചാൽ റേഞ്ച് കിട്ടത്തില്ലല്ലോ. ഇപ്പം അവിടെ നെറ്റൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഭയങ്കര റേറ്റാണ് നെറ്റിനൊക്കെ. അപ്പം ഞാൻ അതിൽ നിന്ന് പ്ലാൻ ചെയ്ത് നെറ്റ് എടുത്താലോ, പിന്നെ ഓർത്ത് ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയാണല്ലോ നമ്മൾ ടൂർ പോകുന്നത്. അപ്പോൾ പുറം ലോകമായിട്ട് പ്രത്യേകിച്ചൊരു ബന്ധമൊന്നുമില്ല. ഞങ്ങൾ നല്ല ഫ്രഷ് എയർ ശ്വസിച്ച് ഒരു 2-3 ദിവസം മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാതെ അതിൻ്റെ അകത്തുള്ള എൻ്റർടൈൻമെൻറ്റ്, കപ്പലിൻ്റെ അകത്ത് ഡാൻസ് ഉണ്ട്, സൂംബ ഡാൻസ് പോലത്തെ പരിപാടി, ജിമ്മുണ്ട് മുകളിൽ, ഏറ്റവും 12ാമത്തെ ഡെക്കിൽ ജിമ്മുണ്ട്, ഇതുപോലത്തെ എൻ്റർടൈൻമെൻറ്റ് ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചപ്പോൾ എന്തിനാ മൊബൈൽ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ ഉണ്ട്, ഏറ്റവും ബാക്കിൽ ഇങ്ങനെ റോക്ക് ക്ലൈമ്പിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒത്തു എന്നുള്ളതാണ്. പൊല്യൂഷൻ ഇല്ലാത്ത നല്ല ഫ്രഷ് എയർ കിട്ടുന്ന ഒരു 3 ദിവസമായിരുന്നു. നമ്മൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എവിടെ ചെന്നൊന്ന് കാതോർത്താൽ നമുക്ക് കാക്കയുടെ ഒച്ച കേൾക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ മതി, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു കാക്ക കരയുന്ന ഒച്ച കേൾക്കാം. എപ്പോഴും നമ്മളങ്ങത് കേട്ട് ശീലിച്ചത് കൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാത്തതാണ്. കപ്പലിൽ പോകുമ്പോഴത്തേക്ക് ഈ കാക്കയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുകയില്ല. അത് വലിയൊരു ആശ്വാസം പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ കാക്ക ശബ്ദം മ്യൂട്ടഡ് ആകുമ്പോഴത്തേക്കും ഒക്കെ ഇങ്ങനെയാണല്ലേ നോർമൽ, അല്ലെ കാക്കയില്ലാത്ത അവസ്ഥ ഇതാണ് എന്ന് നമുക്ക് അവിടെ വെച്ചാണ് മനസ്സിലായത്. പിന്നെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ ശ്വസിക്കാനൊത്തു. പിന്നെ ഈ രാത്രി കാലങ്ങളിൽ ഈ ചന്ദ്രൻ ഉദിക്കുന്നതൊക്കെ കടലിൽ നിന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്. എന്നുവെച്ചാൽ ചന്ദ്രന്റെ പ്രകാശം ഈ കടൽ വെള്ളത്തിൽ കൂടി ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ഭയങ്കര രസമാണത് കാണാൻ. അതുപോലെ തന്നെ ഈ സൺറൈസ് കാണാനായിട്ടും വെളുപ്പിനെ ഈ അപ്പർ ഡെക്കിൽ ഭയങ്കര ഒരു തിരക്കൊക്കെ കാണാം. ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്നു. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്തു ആ ഒരു യാത്ര. കാരണം ഞാൻ നോക്കുമായിരുന്നു, ഒരു 90+ പ്രായമുള്ള ഒരു 5 പേരെങ്കിലും കുറഞ്ഞതുണ്ട്. അതുപോലെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവരുണ്ട്. ചിലരൊക്കെ ബർത്ത്ഡേ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നേരത്തെ നമ്മൾ പറയുവാണെങ്കിൽ അവരൊക്കെ പാട്ട് പാടാനായിട്ടൊക്കെ ആൾ വരും. ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസിന് കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കും, ചിലർ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വരുന്നു. അപ്പം ഞാൻ പറയുന്നത് 23,000 രൂപയൊക്കെ ഉള്ളൂ. അതും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ എന്തോ 10% ചാർജ് കുറവോ അങ്ങനെ എന്തൊക്കെയുണ്ട്. കുറെ നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്താൽ 10% ചാർജ് കുറവാണ്. കൊർഡേലിയയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് തന്നെ ഇത് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാവൽ ഏജന്റിനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ അവരെല്ലാ പേപ്പർ വർക്കുകളെല്ലാം റെഡി ആക്കിക്കോളും. നമ്മളുടെ ആധാർ കാർഡ് മാത്രം മതിയാവും, പാസ്പോർട്ടും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ഈ കപ്പൽ ശരിക്കും ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ കയറുന്നുണ്ട്. കാരണം ഇതിൻ്റെ അകത്തുള്ള കാസിനോ അതുപോലെ തന്നെ ബാറുകൾ ഇതൊക്കെ ഓപ്പൺ ആകണമെങ്കിൽ നമ്മളുടെ ഇന്റർനാഷണൽ വാട്ടറിന്റെ അകത്ത് കയറണം, എന്നാലേ ഉള്ളൂ ഇങ്ങനത്തെ പെർമിഷൻ ഉള്ളൂ. അപ്പോൾ ആദ്യമേ ഈ കപ്പൽ മുംബൈയിൽ നിന്ന് നേരെ ഈസ്റ്റ് ലക്ഷ്യമാക്കി വെസ്റ്റിലേക്ക് പോകുന്നു. വെസ്റ്റിലേക്ക് പോയി ഇന്റർനാഷണൽ വാട്ടറിൽ കയറി കഴിഞ്ഞിട്ട് നേരെ ഇടതുവശത്തോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ സൗത്തിലേക്ക് തിരിഞ്ഞ് വരികയാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഇനി മുമ്പോട്ട് വരുന്ന വീഡിയോകളിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതൊരു ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ടാവും. നമ്മൾ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തപ്പോഴത്തേക്ക് കണ്ട കാഴ്ചകൾ, അതുപോലെ മുംബൈ തെരുവുകളിൽ കണ്ട കാഴ്ചകൾ, ഇതെല്ലാം ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു 5-6 വീഡിയോകളിൽ കൂടി നമുക്ക് ഇതെല്ലാം വിവരിച്ചു തരാം. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. താങ്ക് യു.